ാടുമുള്ള മലയാളികളുടെ കഴിവുകൾ കേരളത്തിന് പ്രയോജനപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ലോക കേരള സഭ രൂപീകരിച്ചത്. നിയമസഭാംഗങ്ങളും പാർലമെന്റ് അംഗങ്ങളും പ്രവാസി പ്രതിനിധികളും അടങ്ങുന്നതായിരുന്നു സഭ. ജനുവരി 14 ചെങ്ങന്നൂർ എംഎൽഎ കെ രാമചന്ദ്രൻ നായർ അന്തരിച്ചു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പുലർച്ചെ 4 മണിക്കായിരുന്നു അന്ത്യം. കരൾ രോഗത്തെ തുടർന്ന് 1 മാസത്തോളമായി ചികിത്സയിലായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ത്രികോണ മത്സരത്തിൽ കോൺഗ്രസിലെ PC വിഷ്ണുനാഥിനെ 7983 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് എംഎൽഎ ആയത്. ജനുവരി 15 2014 മെയ് 21 പാറശാല പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മരിച്ച ശ്രീജീവിന്റെ മരണം CBI അന്വേഷിക്കാൻ തീരുമാനമായി. ശ്രീജീവിന്റെ സഹോദരൻ ശ്രീജിത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ 766 ദിവസത്തെ സമരം സമൂഹമാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പ്രചരണം നേടിയിരുന്നു. ആത്മഹത്യയാണെന്നായിരുന്നു പോലീസ് വാദിച്ചിരുന്നത്. ജനുവരി 28 പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദൻ അന്തരിച്ചു. ഇരിങ്ങാലക്കുട അവിട്ടത്തൂർ ക്ഷേത്രത്തിലെ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീണായിരുന്നു മരണം. ഫെബ്രുവരി 6 കഥകളി ആചാര്യൻ മടവൂർ വാസുദേവൻ നായർ അരങ്ങിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അഗസ്ത്യകോട് മഹാദേവർ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി രാവണ വിജയം അവതരിപ്പിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ഫെബ്രുവരി 12 കണ്ണൂരിൽ എടയന്നൂരിനടുത്ത് തെരൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ വെട്ടിക്കൊന്നു. മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയായ ഷുഹൈബാണ് കൊല്ലപ്പെട്ടത്. ബോംബെറിഞ്ഞ ശേഷം ഷുഹൈബിനെ വെട്ടുകയായിരുന്നു. ഫെബ്രുവരി 13 കൊച്ചിയിലെ കപ്പൽശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 5 പേർ മരിച്ചു. എണ്ണ പരിവേഷണത്തിന് ഉപയോഗിക്കുന്ന ONGC സാഗർ ഭൂഷൺ എന്ന കപ്പലിന്റെ വാട്ടർ ടാങ്ക് അറ്റകുറ്റപ്പണിക്കിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഫെബ്രുവരി 18 വയൽ നികത്തി ദേശീയപാത ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ കീഴാറ്റൂരിൽ വയൽക്കിളികൾ കൂട്ടായ്മയുടെ സമരത്തിന്റെ 2ാം ഘട്ടം തുടങ്ങി. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫെബ്രുവരി 22 അട്ടപ്പാടി കടുകുമണ്ണ ആദിവാസിയൂരിലെ മധുവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. മധുവിന്റെ കൈവശമുണ്ടായിരുന്ന ചാക്കിൽ നിന്ന് അരി കണ്ടെടുത്തതിനെ തുടർന്ന് നാട്ടുകാർ മധുവിനെ കള്ളനെന്നാരോപിച്ച് അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മധു മരിക്കുകയായിരുന്നു. ഫെബ്രുവരി 25 കോടിയേരി ബാലകൃഷ്ണനെ CPM സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. തൃശൂരിൽ ചേർന്ന സംസ്ഥാന സമ്മേളനത്തിന്റേതായിരുന്നു തീരുമാനം. 87 പേരടങ്ങുന്ന സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. മാർച്ച് 4 കാനം രാജേന്ദ്രൻ വീണ്ടും CPI സംസ്ഥാന സെക്രട്ടറി. മലപ്പുറത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിലാണ് കാനത്തെ തിരഞ്ഞെടുത്തത്. 2ാം തവണയാണ് കാനം CPI സെക്രട്ടറി ആവുന്നത്. മാർച്ച് 8 ഹാദിയയും ഷെഫിൻ ജഹാനും തമ്മിലുള്ള വിവാഹം നിയമപരമെന്ന് സുപ്രീം കോടതി. വിവാഹം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദാക്കി. ഷെഫിൻ ജഹാന് സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. 2017 മെയ് 24 ഹൈക്കോടതി വിവാഹം റദ്ദാക്കിയത്. മാർച്ച് 8 ഇന്ദ്രൻസിനും പാർവതിക്കും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച സംവിധായകനായി. രാഹുൽ റജി നായർ സംവിധാനം ചെയ്ത ഒറ്റമുറി വെളിച്ചമായിരുന്നു മികച്ച കഥാചിത്രം. മാർച്ച് 15 BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മഹാരാഷ്ട്രയിൽ നിന്നാണ് മത്സരിച്ചത്. 4 സ്ഥാനാർത്ഥികളിൽ ഒരാൾ പിന്മാറിയതോടെ വോട്ടെടുപ്പ് ഒഴിവാകുകയായിരുന്നു. മാർച്ച് 16 പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ M സുകുമാരൻ അന്തരിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ജനിതകം, പിതൃതർപ്പണം, ശേഷക്രിയ, മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾ, വഞ്ചിക്കുന്നം പതി, തൂക്കുമരങ്ങൾ ഞങ്ങൾക്ക് എന്നിവ പ്രധാനപ്പെട്ട കൃതികളാണ്. മാർച്ച് 21 ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി സർക്കാർ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഒരു വർഷം 30 കോടി മുതൽ 60 കോടി വരെ ചക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാർച്ച് 22 പത്തനംതിട്ട മുക്കുട്ടുതറയിൽ നിന്ന് ജസ്ന മരിയ ജെയിംസിനെ കാണാതായി. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിന്റെ 30 അംഗ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. മാർച്ച് 24 MP വീരേന്ദ്രകുമാർ വീണ്ടും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. UDFിലെ T ബാബു പ്രസാദിനെയാണ് പരാജയപ്പെടുത്തിയത്. ഏപ്രിൽ 9 എറണാകുളം വരാപ്പുഴയിൽ പോലീസ് കസ്റ്റഡിയിലിരുന്ന ശ്രീജിത്ത് മരിച്ചു. വീട് ആക്രമിച്ചതിനെ തുടർന്ന് ഗൃഹനാഥൻ തൂങ്ങി മരിച്ച കേസിലായിരുന്നു ശ്രീജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമായിരുന്നു മരണകാരണം.
ഏപ്രിൽ 13 തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിന് മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം. മികച്ച സംവിധായകനായി ജയരാജും മികച്ച തിരക്കഥാകൃത്തായി സജീവ് പാഴൂരും മികച്ച ഗായകനായി യേശുദാസും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫഹദ് ഫാസിലിന് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചു. പാർവതി പ്രത്യേക പരാമർശം നേടി. ഏപ്രിൽ 16 കത്വയിൽ 8 വയസ്സുകാരി ആസിഫ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധമെന്ന വ്യാജേന സോഷ്യൽ മീഡിയ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഏറ്റെടുത്ത് മലപ്പുറത്തും കണ്ണൂരും കോഴിക്കോട്ടും പാലക്കാട്ടും വാഹനങ്ങൾ തടഞ്ഞു. പലയിടത്തും കടകൾ അടപ്പിക്കാനും റോഡ് ഉപരോധത്തിനും ആളുകൾ തെരുവിലിറങ്ങി. മലപ്പുറത്ത് വ്യാപക അക്രമമുണ്ടായി. ഏപ്രിൽ 20 കോവളത്ത് കാണാതായ വിദേശ വനിതയുടെ മൃതദേഹം കണ്ടെത്തി. ലത്വിയൻ യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം കൊല്ലുകയായിരുന്നു. മൃതദേഹത്തിൽ നിന്ന് തല വേർപെട്ട നിലയിലായിരുന്നു. മൃതദേഹത്തിന് 1 മാസത്തെ പഴക്കം. ഏപ്രിൽ 30 കേരളത്തിൽ നോക്കുകൂലി നിരോധിച്ചു. മെയ് 1 നിരോധനം നിലവിൽ വന്നു. തൊഴിൽ വകുപ്പാണ് നിരോധനത്തിനുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. മെയ് 5 നിപ വൈറസ് ബാധിച്ച് കോഴിക്കോട് പേരാമ്പ്ര ചങ്ങരോത്ത് പഞ്ചായത്തിലെ സാബിത്ത് മരിച്ചു. നിപ മൂലമുള്ള കേരളത്തിലെ ആദ്യ മരണമായിരുന്നു ഇത്. രോഗികളെ ശുശ്രൂഷിച്ച ലിനി എന്ന നഴ്സും മരണത്തിന് കീഴടങ്ങി. സർക്കാർ കണക്കനുസരിച്ച് നിപ മൂലം മരിച്ചത് 16 പേരാണ്. നിപയെ ഫലപ്രദമായി പ്രതിരോധിച്ച് കേരളം ലോകത്തിന് തന്നെ മാതൃകയായി. മെയ് 25 കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണറായി നിയമിച്ചു. ഗവർണർ നിർഭയ് ശർമ്മയുടെ കാലാവധി മെയ് 28 അവസാനിക്കാനിരിക്കെയായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന കുമ്മനത്തെ മിസോറാം ഗവർണറായി നിയമിച്ചു. മെയ് 28 കൊല്ലം തെന്മല സ്വദേശി നീനു ചാക്കോയെ വിവാഹം കഴിച്ചതിന് കെവിൻ പി ജോസഫ് എന്ന കോട്ടയം സ്വദേശി കൊല്ലപ്പെട്ടു. നീനുവിന്റെ സഹോദരൻ സാനു ചാക്കോ ഉൾപ്പെടെ 14 സംഘം മെയ് 28 കെവിനെയും ബന്ധുക്കളെയും തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ചാലിയക്കരയിൽ വെച്ച് കാറിൽ നിന്ന് ഇറങ്ങിയോടിയ കെവിനെ പിന്നീട് തോട്ടിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മെയ് 31 ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സജി ചെറിയാന് 20,956 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം. കോൺഗ്രസിന്റെ ടി വിജയകുമാറിനെയാണ് പരാജയപ്പെടുത്തിയത്. സജി ചെറിയാൻ 67,303 വോട്ടിൽ നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥി ഡി വിജയകുമാറിന് ലഭിച്ചത് 46,347 വോട്ട്. ശ്രീധരൻപിള്ളയ്ക്ക് 35,270 വോട്ടും ലഭിച്ചു. ജൂൺ 8 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗം വീണ്ടും UDF-ൽ. ബാർക്കോഴ ആരോപണത്തെ തുടർന്ന് 2016 ഓഗസ്റ്റിലായിരുന്നു മാണി UDF വിട്ടത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പോടെയാണ് മാണി വീണ്ടും UDF-മായി അടുത്തത്. ജൂൺ 14 കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ജൂലൈ 1 3 അംഗങ്ങൾ വിരമിക്കുന്നത് മൂലം ഒഴിവുകളിലേക്ക് ബിനോയ് വിശ്വം, എളമരം കരീം, ജോസ് കെ മാണി എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ജൂൺ 14 ADGP-യുടെ മകൾ പോലീസ് ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. ബറ്റാലിയൻ ADGP സുദേശിന്റെ മകളാണ് പേരൂർക്കട SP ക്യാമ്പിലെ ഡ്രൈവർ ഗവാസ്കറിനെ മർദ്ദിച്ചത്. ഫോൺ കൊണ്ട് കഴുത്തിന് പിന്നിൽ ഇടിച്ചു എന്നായിരുന്നു പരാതി. ഏറെ നാളായി ശകാരം പതിവായിരുന്നുവെന്നും ഗവാസ്കർ പരാതി. ജൂൺ 24 മലയാള സിനിമാ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. 17 വർഷം പ്രസിഡന്റായിരുന്ന ഇന്നസെന്റ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. ഇടവേള ബാബു ജനറൽ സെക്രട്ടറിയായി. ജൂൺ 25 കേരളത്തിലെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനായി രൂപം നൽകിയ ബില്ലിന് വരുത്തിയ ഭേദഗതി നിയമസഭ പാസാക്കി. 1967 ഭൂവിനിയോഗ നിയമം വരുന്നതിന് മുമ്പ് നികത്തിയ പാടങ്ങൾ ക്രമപ്പെടുത്താൻ നെൽവയൽ തണ്ണീർത്തട നിയമം ഭേദഗതി വരുത്താനാണ് സർക്കാർ ബിൽ അവതരിപ്പിച്ചത്. ജൂലൈ 2 മഹാരാജാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥി M അഭിമന്യു കൊല്ലപ്പെട്ടു. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുമായുള്ള സംഘർഷത്തെ തുടർന്നാണ് SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവും 2ാം വർഷ BSc കെമിസ്ട്രി വിദ്യാർത്ഥിയുമായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ടത്. അഭിമന്യുവിന്റെ സുഹൃത്ത് KV അർജുൻ ഗുരുതരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ജൂലൈ 2 കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടമ്മയെ പീഡിപ്പിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് 4 വൈദികർക്കെതിരെ ബലാത്സംഗത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഫാദർ ജെയിംസ് കെ ജോർജ്, ഫാദർ സോണി വർഗീസ്, ഫാദർ ജോൺസൺ വി മാത്യു, ഫാദർ ജോബ് മാത്യു എന്നിവർക്കെതിരെയായിരുന്നു കേസ്. ജൂലൈ 4 തുണിക്കടകളും ജ്വല്ലറികളും ഉൾപ്പെടെയുള്ള തൊഴിലിടങ്ങളിൽ ജീവനക്കാർക്ക് ഇരിപ്പിടം അവകാശമാക്കി സർക്കാർ. മണിക്കൂറുകൾ നിന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കാൻ 1960 കേരള കടകളും സ്ഥാപനങ്ങളും നിയമം ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജൂലൈ 21 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്ന S. ഹരീഷിന്റെ നോവൽ മീശ പിൻവലിച്ചു. നോവൽ 3ാം ലക്കമായപ്പോഴേക്കും വിശ്വാസത്തെ ഹനിച്ചെന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് പിൻവലിച്ചത്. പിന്നീട് DC ബുക്സ് മീശ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു.
ജൂലൈ 25, 2005 സെപ്റ്റംബർ 27 നടന്ന ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പ്രതികളായ കെ ജിതകുമാർ, രണ്ടാം പ്രതി SV ശ്രീകുമാർ എന്നീ പോലീസുകാർക്ക് CBI പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചു. കേസിലെ മറ്റു പ്രതികളായ EK സാബു, T അജിത് കുമാർ എന്നിവർക്ക് 6 വർഷവും മറ്റൊരു പ്രതിയായ TK ഹാരിസിന് 3 വർഷവും തടവ് ശിക്ഷ. ജൂലൈ 25, മീൻ വിറ്റ് ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഹനാനെതിരെ സമൂഹമാധ്യമങ്ങളിൽ ആൾക്കൂട്ട ആക്രമണം. ഹനാൻ മീൻ വിൽക്കുന്നത് സിനിമയ്ക്ക് പ്രൊമോഷന് വേണ്ടിയാണെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടന്നിരുന്നു. ജൂലൈ 30, PS ശ്രീധരൻപിള്ളയെ BJP സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചു. കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറായി നിയമിക്കപ്പെട്ടതിനെ തുടർന്നാണ് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞത്. BJP സംസ്ഥാന അധ്യക്ഷനായി 2ാം തവണയാണ് ശ്രീധരൻപിള്ള എത്തിയത്. ഓഗസ്റ്റ് 1, പ്രശസ്ത ഗസൽ ഗായകൻ ഉമ്പായി അന്തരിച്ചു. കരളിനെ ബാധിച്ച അർബുദത്തെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു. 12-ലധികം ഗസൽ ആൽബങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. നോവൽ എന്ന ചിത്രത്തിൽ സംഗീത സംവിധാനവും നിർവഹിച്ചു. ഓഗസ്റ്റ് 14, പ്രശസ്ത കവി ചെമ്മനം ചാക്കോ അന്തരിച്ചു. ആക്ഷേപഹാസ്യ കവിതകളിലൂടെ തീക്ഷ്ണമായ സാമൂഹിക വിമർശനം നടത്തിയിരുന്ന കവിയായിരുന്നു ചെമ്മനം ചാക്കോ. ദീർഘകാലം കോളേജ് അധ്യാപകനായിരുന്നു. ആളില്ല കസേരകൾ എന്ന കവിത ഏറെ പ്രശസ്തമാണ്. ഓഗസ്റ്റ് 14, CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ വീണ്ടും മന്ത്രിയായി. പിണറായി വിജയൻ മന്ത്രിസഭയിൽ തുടക്കത്തിൽ അംഗമായിരുന്ന ജയരാജൻ ബന്ധുനിയമന വിവാദത്തെ തുടർന്ന് 2016 ഒക്ടോബർ 14 രാജിവെച്ചു. ഓഗസ്റ്റ് 16, 2018 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷകാലത്ത് ഉയർന്ന വലിയ മഴയിൽ സംസ്ഥാനത്ത് കനത്ത പ്രളയമുണ്ടായി. മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലയിൽ ഉരുൾപൊട്ടലുമുണ്ടായി. 483 പേർ മരിക്കുകയും 14 പേരെ കാണാതാവുകയും ചെയ്തു. കേരളത്തിന് ഏകദേശം 40,000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഓഗസ്റ്റ് 16, മലയാളി ചെസ് താരമായ നിഹാൽ സരിന് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചു. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരമാണ് നിഹാൽ സരിൻ. ഇന്ത്യയുടെ 53ാം ഗ്രാൻഡ് മാസ്റ്ററാണ് 14 വയസ്സുകാരനായ നിഹാൽ സരിൻ. ഓഗസ്റ്റ് 24, ഓർത്തഡോക്സ് സഭ മെത്രോപൊലീത്ത തോമസ് മാർ അത്തനാസിയോസ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചു. എറണാകുളം നോർത്ത് സ്റ്റേഷനും സൗത്ത് സ്റ്റേഷനും ഇടയ്ക്കുള്ള പുല്ലേപ്പള്ളി പാലത്തിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഓഗസ്റ്റ് 24, മാതാപിതാക്കളെയും മക്കളെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതി പിണറായി വള്ളത്താം കണ്ടി സൗമ്യയെ ജയിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പിണറായി പടന്നക്കരയിലാണ് മാതാപിതാക്കളെയും മക്കളെയും വിഷം നൽകി സൗമ്യ കൊലപ്പെടുത്തിയത്. ഓഗസ്റ്റ് 30, ഏഷ്യൻ ഗെയിംസിലെ 1500 മീറ്റർ ഓട്ടത്തിൽ മലയാളിയായ ജിൻസൺ ജോൺസൺ സ്വർണം നേടി. 3.44 സെക്കൻഡിൽ ഓടിയെത്തിയാണ് ജിൻസൺ സ്വർണം സ്വന്തമാക്കിയത്. 800 മീറ്ററിൽ വെള്ളി മെഡലും ജിൻസൺ നേടി. കോഴിക്കോട് സ്വദേശിയാണ് ജിൻസൺ. സെപ്റ്റംബർ 17, പരുക്കൻ വില്ലൻ റോളുകളിലൂടെ രംഗത്തെത്തി സ്വഭാവ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ ഇടം നേടിയ ക്യാപ്റ്റൻ രാജു അന്തരിച്ചു. മലയാളത്തിന് പുറമെ ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിലായി 600ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആവനാഴി, ഓഗസ്റ്റ് 1, നാടോടിക്കാറ്റ്, കാബൂളിവാല, CID മൂസ, പഴശ്ശിരാജ, മുംബൈ പോലീസ് തുടങ്ങിയവ ശ്രദ്ധേയ ചിത്രങ്ങളാണ്. സെപ്റ്റംബർ 19, മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCCയുടെ പുതിയ അധ്യക്ഷനായി നിയമിച്ചു. K സുധാകരൻ, MI ഷാനവാസ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റുമാരായും K മുരളീധരനെ പ്രചാരണ സമിതി അധ്യക്ഷനായും നിയമിച്ചു. സെപ്റ്റംബർ 21, കന്യാസ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ജലന്ധർ രൂപതാ ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ അറസ്റ്റിൽ. മിഷണറീസ് ഓഫ് ജീസസിന്റെ കുറുവിലങ്ങാട്ടെ മഠത്തിൽ ഫ്രാങ്കോ മുളയ്ക്കൽ പലതവണ പീഡിപ്പിച്ചെന്ന കന്യാസ്ത്രീയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. സെപ്റ്റംബർ 21, ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി മത്സരത്തിനിടെ മലയാളി കമാൻഡർ അഭിലാഷ് ടോമിക്ക് പരിക്കേറ്റു. ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്ന് 3704 കിലോമീറ്റർ അകലെ കൊടുങ്കാറ്റിൽ തുരിയ എന്ന പായ്വഞ്ചി തകർന്നാണ് അഭിലാഷ് അപകടത്തിൽപ്പെട്ടത്. സെപ്റ്റംബർ 25, വയലിനിസ്റ്റ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ തിരുവനന്തപുരത്ത് അപകടത്തിൽപ്പെട്ട് ബാലഭാസ്കറിന്റെ മകൾ തേജസ്വി ബാല മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ ബാലഭാസ്കർ, ഭാര്യ ലക്ഷ്മി, ഡ്രൈവർ അർജുൻ തുടങ്ങിയവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഒക്ടോബർ 2 ബാലഭാസ്കർ മരിച്ചു. സെപ്റ്റംബർ 28, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ചരിത്രവിധി. അയ്യപ്പ ഭക്തന്മാരെ പ്രത്യേക വിഭാഗമായി കണക്കാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ശാരീരിക അവസ്ഥയുടെ പേരിലുള്ള വിവേചനം ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി.
സെപ്റ്റംബർ 29 42ാമത് വയലാർ അവാർഡ് കെ വി മോഹൻകുമാറിന്റെ ഉഷ്ണരാശി എന്ന നോവലിന്. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് ഉഷ്ണരാശി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് മോഹൻകുമാർ. ഒക്ടോബർ 2 ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും നടനും നിർമ്മാതാവുമായ തമ്പി കണ്ണന്താനം അന്തരിച്ചു. രാജാവിന്റെ മകൻ, വഴിയോര കാഴ്ചകൾ, ഭൂമിയിലെ രാജാക്കന്മാർ, ഇന്ദ്രജാലം, മാന്ത്രികം തുടങ്ങി 15ലേറെ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 8 ബ്രൂവറി ഡിസ്റ്റിലറി എന്നിവ ആരംഭിക്കുന്നതിന് നൽകിയ അനുമതി വിവാദമായതിനെ തുടർന്ന് സർക്കാർ റദ്ദാക്കി. സംസ്ഥാനത്ത് പുതിയ 3 ബ്രൂവറികളും ഒരു ഡിസ്റ്റിലറിയുമാണ് അനുവദിച്ചിരുന്നത്. ബ്രൂവറി വിഷയം സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഒക്ടോബർ 9 മുൻ ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന് സുപ്രീം കോടതി വിധിച്ച നഷ്ടപരിഹാര തുകയായ 50 ലക്ഷം രൂപ കൈമാറി. ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തുക കൈമാറിയത്. ഒക്ടോബർ 9 സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് ശമ്പളം നൽകാൻ തയ്യാറാകാത്തവർ വിസമ്മതപത്രം നൽകണമെന്ന നിബന്ധന ഹൈക്കോടതി റദ്ദാക്കി. താൽപര്യമുള്ള ജീവനക്കാർക്ക് സാമ്പത്തിക ശേഷി അനുസരിച്ച് ഇഷ്ടമുള്ള തുക സംഭാവന നൽകാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഒക്ടോബർ 9 മലയാളത്തിലും മീറ്റു ആരോപണം. നടൻ മുകേഷിനെതിരെ മീറ്റു വെളിപ്പെടുത്തലുമായി കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫ് രംഗത്ത് വന്നു. 19 വർഷം മുമ്പ് മുകേഷ് ചെന്നൈയിലെ ഹോട്ടലിൽ വെച്ച് മോശമായി പെരുമാറിയെന്നായിരുന്നു ടെസ് ജോസഫിന്റെ ആരോപണം. ഒക്ടോബർ 13 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ താരസംഘടനയായ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി WCC രംഗത്തെത്തി. രേവതി, പാർവതി, അഞ്ജലി മേനോൻ, റിമ കല്ലിങ്കൽ, രമ്യ നമ്പീശൻ, ദീദി ദാമോദരൻ, ബീന പോൾ, പത്മപ്രിയ തുടങ്ങിയവരാണ് കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് മോഹൻലാൽ അടക്കമുള്ളവരെ രൂക്ഷമായി വിമർശിച്ചത്. ഒക്ടോബർ 16 സുപ്രീം കോടതി വിധിക്ക് ശേഷം ആദ്യമായി ശബരിമല നട തുറന്നപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. KSRTC ബസ്സുകളും മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങളും ആക്രമിച്ചു. ഒക്ടോബർ 18 ശബരിമല മേൽശാന്തിയായി VN വാസുദേവൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തു. ബംഗളൂരു ശ്രീജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു. മാളികപ്പുറം മേൽശാന്തിയായി MN നാരായണൻ നമ്പൂതിരിയെയും തിരഞ്ഞെടുത്തു. ഒക്ടോബർ 20 PB അബ്ദുൾ റസാഖ് MLA അന്തരിച്ചു. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് K സുരേന്ദ്രനെ 89 വോട്ടിന് തോൽപ്പിച്ചാണ് നിയമസഭയിൽ എത്തിയത്. നവംബർ 1 2018 എഴുത്തച്ഛൻ പുരസ്കാരം M മുകുന്ദന്. മലയാളത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടായിരുന്നു പുരസ്കാരം. സാഹിത്യരംഗത്ത് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. നവംബർ 2 ജനതാദൾ നേതാവായിരുന്ന T നിസാർ അഹമ്മദിന്റെ പയ്യാമ്പലത്തെ സ്മാരകം നവംബർ 2 ഉദ്ഘാടനം ചെയ്യാനിരിക്കെ തകർത്തു. പയ്യാമ്പലത്ത് അഹിന്ദുക്കളുടെ സ്മാരകം അനുവദിക്കില്ലെന്ന ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ നിലപാടെടുത്തു. നവംബർ 3 കോൺഗ്രസ് വിട്ടെത്തിയ G രാമൻ നായരെ BJP സംസ്ഥാന ഉപാധ്യക്ഷനായി നിയമിച്ചു. വനിതാ കമ്മീഷൻ മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായിരുന്ന J പ്രമീള ദേവിയെ സംസ്ഥാന സമിതിയിലും ഉൾപ്പെടുത്തി. നവംബർ 5 നെയ്യാറ്റിൻകരയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ യുവാവിനെ റോഡിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി. സനൽകുമാർ എന്ന യുവാവിനെ DYSP ഹരികുമാർ റോഡിലേക്ക് തള്ളിയിടുകയും വേഗത്തിൽ വന്ന കാറിടിച്ച് യുവാവ് മരിക്കുകയുമായിരുന്നു. സനലുമായുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നായിരുന്നു സംഭവം. പ്രതിയായ ഹരികുമാർ പിന്നീട് നവംബർ 13 തൂങ്ങി മരിച്ചു. നവംബർ 9 അഴീക്കോട് MLA KM ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കി. തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് MV നികേഷ് കുമാർ നൽകിയ ഹർജിയിലായിരുന്നു നടപടി. എന്നാൽ ഷാജിയുടെ അപേക്ഷ പരിഗണിച്ച് സുപ്രീം കോടതി നടപടി സ്റ്റേ ചെയ്തു. നവംബർ 16 ശബരിമല ദർശനത്തിനായി സാമൂഹ്യ പ്രവർത്തക തൃപ്തി ദേശായി കേരളത്തിലെത്തി. എന്നാൽ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന അവർ രാത്രിയോടെ മടങ്ങിപ്പോയി. നവംബർ 17 പുലർച്ചെ 2 മണിയോടെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയെ ശബരിമലയിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് രാത്രി തന്നെ സന്നിധാനത്തേക്ക് പോകാൻ നിലയ്ക്കലിലെത്തിയ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ശശികലയ്ക്ക് അധികം താമസിയാതെ ജാമ്യം ലഭിച്ചപ്പോൾ സുരേന്ദ്രന് 23 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. നവംബർ 19 ലോകത്തെ സ്വാധീനിച്ച 100 വനിതകളുടെ BBC പട്ടികയിൽ പെൺകൂട്ട് എന്ന സംഘടനയുടെ അമരക്കാരി P വിജി സ്ഥാനം പിടിച്ചു. ഇന്ത്യയിൽ നിന്ന് വിജിയെ കൂടാതെ മറ്റ് 2 പേർ മാത്രമാണ് പട്ടികയിലുണ്ടായിരുന്നത്. നവംബർ 20 മന്ത്രി KT ജലീലിന്റെ ബന്ധു KT അദീബിനെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജറായി നിയമിച്ച തീരുമാനം സർക്കാർ റദ്ദാക്കി. ബന്ധു നിയമനം ആരോപിച്ച് യൂത്ത് ലീഗ് ഉയർത്തിയ പ്രതിഷേധത്തെ തുടർന്നായിരുന്നു തീരുമാനം.
നവംബർ 21 വയനാട് എംപിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ MI ഷാനവാസ് അന്തരിച്ചു. നവംബർ 21 പുലർച്ചെ 1:30 ചെന്നൈ റെയില ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സെന്ററിലായിരുന്നു അന്ത്യം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നവംബർ 24 ജാമ്യം നിന്നതിനെ തുടർന്നുണ്ടായ വായ്പാ കുടിശ്ശികയുടെ പേരിൽ ബാങ്ക് ലേലത്തിന് വിറ്റ തന്റെ വീടിന്റെ താക്കോൽ പ്രീത ഷാജി തൃക്കാക്കര നോർത്ത് വില്ലേജ് ഓഫീസർക്ക് കൈമാറി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് വില്ലേജ് ഓഫീസർ ഉമ M മേനോന് താക്കോൽ നൽകിയത്. നവംബർ 26 ലൈംഗികാതിക്രമ പരാതിയിൽ PK ശശി MLA CPM പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ യുവതി നൽകിയ പരാതിയിലാണ് നടപടി. മന്ത്രി AK ബാലനും PK ശ്രീമതി MPയും അടങ്ങിയ കമ്മീഷനാണ് പരാതി അന്വേഷിച്ചത്. നവംബർ 27 മതവികാരം വ്രണപ്പെടുത്തിയെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയ ആക്ടിവിസ്റ്റും മോഡലുമായ രഹന ഫാത്തിമ അറസ്റ്റിലായി. തൃക്കൊടിത്താനം സ്വദേശി R രാധാകൃഷ്ണ മേനോൻ പത്തനംതിട്ട പോലീസിന് നൽകിയ പരാതിയിലായിരുന്നു അറസ്റ്റ്. നവംബർ 27 ജനതാദൾ-എസിന്റെ പുതിയ മന്ത്രിയായി K കൃഷ്ണൻകുട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചിറ്റൂർ MLA ആണ് കൃഷ്ണൻകുട്ടി. നേരത്തെ ദളിൽ രൂപം കൊണ്ട രൂക്ഷമായ തർക്കത്തിനൊടുവിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ച് മാത്യു ടി തോമസ് രാജിവെച്ചിരുന്നു. നവംബർ 28 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഈമായോ എന്ന ചിത്രത്തിന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച സംവിധായകനായും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയ ചെമ്പൻ വിനോദ് മികച്ച നടനായും തിരഞ്ഞെടുക്കപ്പെട്ടു. നവംബർ 29 ദീപാ നിശാന്ത് കോപ്പിയടി വിവാദത്തിൽപ്പെട്ടു. എസ് കലേഷിന്റെ അങ്ങനെയിരിക്കെ മരിച്ചുപോയി ഞാൻ നീ എന്ന കവിതയാണ് ദീപാ നിശാന്ത് കോപ്പിയടിച്ച് സ്വന്തം പേരിൽ ഒരു മാഗസിനിൽ അങ്ങനെയിരിക്കെ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത്. പിന്നീട് MJ ശ്രീജിത്തിനാണ് കവിത തനിക്ക് പകർത്തി നൽകിയതെന്ന് പറഞ്ഞ ദീപ കലേഷിനോട് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു. നവംബർ 30 മതസംഘടനകളുടെ ഭീഷണിയെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചിരുന്ന കിതാബ് നാടകം പിൻവലിച്ചു. കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടിയ ഈ നാടകം സംസ്ഥാന കലോത്സവത്തിൽ അവതരിപ്പിക്കില്ലെന്ന് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ പിന്നീട് അറിയിച്ചു. ഡിസംബർ 1 നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി പുതുവർഷ ദിനത്തിൽ വനിതാ മതിൽ തീർക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. 174 സംഘടനകൾ പങ്കെടുത്ത യോഗത്തിലാണ് വനിതാ മതിൽ എന്ന ആശയം ഉയർന്നുവന്നത്. ഡിസംബർ 5 കവിയും ഗാനരചയിതാവുമായിരുന്ന S രമേശൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഗുരുപൗർണമി എന്ന കൃതിക്കാണ് പുരസ്കാരം. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവും ദർശനങ്ങളും ആധാരമാക്കിയാണ് ഗുരുപൗർണമി എന്ന കാവ്യസമാഹാരം രചിച്ചത്. ഡിസംബർ 9 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവും ചേർന്നാണ് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. രാവിലെ 9:30 ഡിപ്പാർച്ചർ ഹാളിൽ നിലവിളക്ക് കൊളുത്തിയ ശേഷം ഇരുവരും ചേർന്ന് ആദ്യ വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡിസംബർ 10 പോലീസ് ഉദ്യോഗസ്ഥൻ റോഡിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് വാഹനമിടിച്ച് കൊല്ലപ്പെട്ട സനൽകുമാറിന്റെ ഭാര്യ വിജി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം തുടങ്ങി. ജോലി ഉൾപ്പെടെ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു സമരം. ഡിസംബർ 10 മുൻ മന്ത്രി CN ബാലകൃഷ്ണൻ അന്തരിച്ചു. രാത്രി 11ഓടെ കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2011 76ാമത്തെ വയസ്സിൽ നിയമസഭയിലേക്ക് നടത്തിയ കന്നി അംഗത്തിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് ജയിച്ച ബാലകൃഷ്ണൻ സഹകരണ മന്ത്രിയായി. ഡിസംബർ 10 പള്ളിത്തർക്കത്തെ തുടർന്ന് പിറവത്ത് സംഘടിച്ചവരെ നീക്കാൻ പോലീസിന്റെ ശ്രമം. പിറവം പള്ളിയിൽ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് വിശ്വാസികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി. പോലീസ് പള്ളിയുടെ അകത്ത് കയറാൻ ശ്രമിച്ചാൽ തടയുമെന്ന് വിശ്വാസികളും നിലപാടെടുത്തു. ഡിസംബർ 13 ചലച്ചിത്ര സംവിധായകനും നാടകാചാര്യൻ തോപ്പിൽ ഭാസിയുടെ മകനുമായ അജയൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അർബുദത്തിന് ചികിത്സയിലായിരുന്നു. ദേശീയ പുരസ്കാരം നേടിയ പെരുന്തച്ചനാണ് ഏകചിത്രം. ഡിസംബർ 13 സെക്രട്ടേറിയറ്റിന് സമീപം BJP സമരപന്തലിന് മുന്നിൽ രാവിലെ തീകൊളുത്തി ആത്മഹത്യാശ്രമം നടത്തിയ മുട്ടട അഞ്ചുമുക്ക് സ്വദേശി വേണുഗോപാലൻ നായർ വൈകുന്നേരത്തോടെ മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഡിസംബർ 13 IFFKയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം ഈമയ്യോ എന്ന ചിത്രത്തിലൂടെ ലിജോ ജോസ് പെല്ലിശ്ശേരി സ്വന്തമാക്കി. മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരവും ജനപ്രിയ ചിത്രത്തിനുള്ള രജത ചകോരവും ഈമയ്യോ നേടി. പിതാവിന്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രമേയമാക്കിയ ചിത്രമായിരുന്നു ഈമയ്യോ. ഡിസംബർ 17 ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ KSRTCയിലെ 3861 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. പകരം PSC നിയമന ശുപാർശ നൽകിയ 4051 പേർക്ക് നിയമന ഉത്തരവ് നൽകാനുള്ള നടപടി ആരംഭിച്ചു. PSC വഴി അഡ്വൈസ് മെമ്മോ ലഭിച്ച 4051 പേരിൽ 1471 പേർ മാത്രമേ പിന്നീട് ജോലിയിൽ പ്രവേശിച്ചുള്ളൂ.
ഡിസംബർ 17 രാഹുൽ ഈശ്വറിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. നേരത്തെ ഒക്ടോബർ 17 അറസ്റ്റിലായിരുന്ന രാഹുൽ ഈശ്വറിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ജാമ്യവ്യവസ്ഥ തെറ്റിച്ചതിനാലാണ് പിന്നീട് രാഹുൽ ഈശ്വറിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 20 കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഓർത്തഡോക്സ് സഭാ വൈദികൻ തോമസ് പോൾ റമ്പാൻ പ്രാർത്ഥനയ്ക്കെത്തിയതിനെ തുടർന്ന് വൻ സംഘർഷം. വൈദികനും പള്ളിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. യാക്കോബായ വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഡിസംബർ 20 ഒരു വർഷമായി സസ്പെൻഷനിലായിരുന്ന DGP ജേക്കബ് തോമസിന് വീണ്ടും സസ്പെൻഷൻ. തുറമുഖ ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ജേക്കബ് തോമസിനെ സർക്കാർ മൂന്നാമതും സസ്പെൻഡ് ചെയ്തത്. ഡിസംബർ 20 രാജ്യാന്തര അത്ലറ്റിക് ഫെഡറേഷന്റെ അണ്ടർ-20 ലോങ് ജമ്പ് റാങ്കിങ്ങിൽ കേരളത്തിന്റെ M ശ്രീശങ്കർ ഒന്നാമതെത്തി. സെപ്റ്റംബറിൽ ഭുവനേശ്വറിൽ നടന്ന ഓപ്പൺ അത്ലറ്റിക്സിൽ 8.20 മീറ്റർ ചാടി ദേശീയ റെക്കോർഡിട്ട പ്രകടനമാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഡിസംബർ 23 മനീതി എന്ന സംഘടനയുടെ ഭാഗമായ 6 വനിതകൾ ദർശനത്തിനായി ശബരിമലയിലെത്തി. എന്നാൽ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് ഇവർ സന്നിധാനത്തേക്ക് എത്താനാകാതെ തിരിച്ചുപോയി. ഡിസംബർ 26 ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ അയ്യപ്പ ജ്യോതി തെളിച്ചു. BJPയുടെയും NSSന്റെയും പിന്തുണയോടെയാണ് പരിപാടി നടന്നത്. ഡിസംബർ 26 4 പാർട്ടികളെ ഉൾപ്പെടുത്തി ഇടതുമുന്നണി വിപുലീകരിച്ചു. ലോക് താന്ത്രിക് ജനതാദൾ, INL, ജനാധിപത്യ കേരള കോൺഗ്രസ് B എന്നീ പാർട്ടികളെയാണ് LDFൽ ഉൾപ്പെടുത്തിയത്. ഡിസംബർ 26 വരാപ്പുഴയിൽ ശ്രീജിത്ത് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ തിരിച്ചെടുത്തു. CI ക്രിസ്പിൻ സാം, SI ദീപക്, ASI ജനാർദ്ദനൻ, ഗ്രേഡ് ASI സുധീർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് ബേബി, സിവിൽ പോലീസ് ഓഫീസർ ശ്രീരാജ് സുനിൽകുമാർ എന്നിവരെയാണ് തിരിച്ചെടുത്തത്. ഡിസംബർ 27 നാവികസേന ആസ്ഥാനത്ത് ഹെലികോപ്റ്റർ ഹാങ്ങറിന്റെ വാതിൽ തകർന്ന് 2 നാവികർ മരിച്ചു. ഹെലികോപ്റ്റർ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിലാണ് അപകടമുണ്ടായത്. ഡിസംബർ 28 ലോക്സഭയിലെ മുത്തലാഖ് ചർച്ചയിൽ പങ്കെടുക്കാതെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത കുഞ്ഞാലിക്കുട്ടി വിവാദത്തിൽ. കുഞ്ഞാലിക്കുട്ടിയോട് ലീഗ് വിശദീകരണം തേടി. പാർട്ടിക്കകത്തും പുറത്തും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പ്രതിഷേധം ഉയർന്നു വന്നു. ഈ വർഷം സംസ്ഥാനത്ത് നടന്ന 100 പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തിയുള്ള സ്പെഷ്യൽ 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇന്നത്തെ പ്രത്യേക